ഞാൻ പറയാം, പുള്ളിക്കാരൻ തുള്ളിച്ചാടിയൊക്കെ നിന്ന് പോകും. നിന്റെ കാര്യമായ പണിയാണ്, വീട്ടിന്റെ പണിയും വാങ്ങിച്ച് നീ ആകും മനസ്സിലായി. അങ്ങനെ സുധി എന്റെ സുഹൃത്തായതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ സംസാരിച്ചത്. നമ്മളെ കൊച്ചിന്റെ വയറ്റത്തടിക്കുക. രേണു സുധീനെ എല്ലാവരും ഇട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കുറ്റം പറയുന്നത് കണ്ടു. എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞാൻ വെറുതെ ഒന്ന് കയറി നോക്കിയതാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ അഭിനയിക്കാൻ വേണ്ടി പോകുന്നതും റീല് ചെയ്യുന്നതും ഫോട്ടോഷൂട്ട് ചെയ്യുന്നതും ഇതൊന്നും പലർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൊല്ലസുധി മരിച്ചല്ലോ. അപ്പം കൊല്ലസുധീനെയും ഓർത്തുകൊണ്ട്, അതായത് ഭർത്താവിനെയും ഓർത്തുകൊണ്ട് വിധവയായി വീട്ടിൽ തന്നെ കുത്തിയിരുന്ന് കരയണം, അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു മെൻറ്റാലിറ്റി ആണെന്ന് തോന്നുന്നു. എന്തായാലും രേണു സുധീൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഇവർക്ക് അഭിനയിക്കുക, റീല് ചെയ്യുക, ഫോട്ടോഷൂട്ട് ചെയ്യുക, സിനിമയിൽ അഭിനയിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ ഇഷ്ടം. അപ്പോൾ അവരുടെ ഇഷ്ടം എന്താണോ ആ ഒരു ഇഷ്ടത്തിന് അവർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ശരിക്കും മിണ്ടാണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ അതൊന്നും നമ്മളെപ്പോലുള്ള മലയാളികൾക്ക് അതൊന്നും പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കൊല്ലം സുധി മരിച്ചു. കൊല്ലം സുധീൻ്റെ പേരിലാണ് ഈ രേണു സുധി അറിയപ്പെടുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആളുകൾക്ക് രേണു എന്ത് ചെയ്യുമ്പോഴും ആളുകൾക്ക് ചില പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നത്. അതായത് രേണു ചെയ്യുന്ന ഫോട്ടോഷൂട്ട് ഇഷ്ടപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ രേണു ഇടുന്ന ഡ്രസ്സിൻ്റെ അളവ് കുറഞ്ഞു പോകുമ്പോഴത്തേക്കും ആളുകൾക്ക് ഭയങ്കരമായിട്ട് പ്രശ്നം വരിക. പക്ഷേ ഇവർക്കാർക്കും ഈ പറയുന്ന റീല് ചെയ്യുന്ന ബാക്കിയുള്ള യുവതികളായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, നടികളുണ്ട്, ഇവരൊക്കെ എന്ത് ഡ്രസ്സ് ഇട്ടാലും ഇവർക്ക് പ്രശ്നമില്ല, ഇവരൊക്കെ എന്ത് റീൽ ചെയ്താലും ഇവർക്ക് പ്രശ്നമില്ല. പക്ഷേ രേണു ചെയ്യുമ്പോഴത്തേക്കും ആളുകൾക്ക് ഭയങ്കരമായിട്ട് പൊള്ളുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. അതായത് രേണു അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നത് ആളുകൾക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. നമ്മൾ പറയുന്ന പോലെ ജീവിക്കുക, നീ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുക, കുട്ടികളെ പറയിപ്പിക്കാതെ. അതായത് നാട്ടുകാർ കുട്ടികളെ പറയുന്നതാണ് ഈ പറയുന്ന നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ പറയുന്നത്. ഇവരുടെ ഇഷ്ടം എന്ന് പറയുന്നത് ഇതാണ്. അതായത് സോഷ്യൽ മീഡിയയിലും സിനിമയിലും അഭിനയിച്ച് നടക്കുക, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച് നടക്കുക എന്നുള്ളതാണ് ഇവരുടെ ഇഷ്ടം. അപ്പോൾ ആ ഇഷ്ടത്തിന് ഇവരെ വിടുക. അല്ലാണ്ട് ഇവരെന്ത് ചെയ്താലും പോയിട്ട് ബോഡി ഷേമിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങേയറ്റം, അതായത് ബോഡി ഷേമിങ്ങിന് അങ്ങേയറ്റമാണ് ഇവരിപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരതൊന്നും വലിയ സീനായിട്ട് എടുക്കുന്നൊന്നുമില്ല. എന്നാലും ഓരോ കമൻറ്റെല്ലാം കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇത് തോന്നും, അയ്യോ ഇത്രയൊക്കെ പറയേണ്ട ആവശ്യമുണ്ട്, എന്തിനാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ കൊല്ലം സുധീൻ്റെ പേരിലാണ് ഇവർ അറിയപ്പെടുന്നത്. ഈ കൊല്ലം സുധി ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന കൊല്ലം സുധിക്ക് ഇത്രത്തോളം ഫാൻസ് ഉണ്ടായിരുന്നോ? എനിക്ക് തോന്നുന്നില്ല. കാരണം കൊല്ലം സുധി ജീവിച്ചിരിക്കുന്ന സമയത്ത് കൊല്ലം സുധീനെ കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ വീഡിയോസ് നമ്മുടെ ഇപ്പോൾ നോക്കിയാലും യൂട്യൂബിൽ കാണാം. അതായത് കൊല്ലം സുധി പലരുടെ കയ്യിൽ നിന്നും പണം കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരാൾ മരിച്ചു കഴിയുമ്പോഴത്തേക്കും അദ്ദേഹത്തോട് സ്നേഹം തോന്നുക എന്നുള്ളത് നമ്മുടെ പണ്ട് മുതലേ കണ്ടുവരുന്ന ഒരു ശീലമാണ്. അപ്പോൾ ആ ഒരു ശീലത്തിൻ്റെ പുറത്താണ് ഈ പറയുന്ന കൊല്ലം സുധീൻ്റെ ഭാര്യയായിട്ടുള്ള രേണുവിനോടും ആ ഒരു ഇഷ്ടം ആളുകൾക്ക് തോന്നി തുടങ്ങിയത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ സ്റ്റാർ മാജിക്കിലെ ലക്ഷ്മി നക്ഷത്രം ചെന്നിട്ട് കുറേ വീഡിയോസ് ഇട്ടു. അത് ഭയങ്കരമായിട്ട് റീച്ചായി. ഇവരുടെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടുകൾ അറിഞ്ഞിട്ട് പലരും സഹായിക്കാൻ വേണ്ടി ചെന്നു. ഇതൊക്കെ ഇവരൊന്ന് സെറ്റിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പിന്നീട് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും എന്ന് അറിയാണ്ടിരിക്കുന്ന സമയത്താണ് സ്റ്റാർ മാജിക്കിലെ ഡയറക്ടേഴ്സും ഇവരെല്ലാവരും കൂടി ചേർന്ന് ഇവർക്കൊരു ജോലി അങ്ങോട്ട് സെറ്റാക്കി കൊടുക്കാം എന്നുള്ള രീതിയിൽ കുറേ നോക്കി. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് രേണു പറഞ്ഞു, എനിക്ക് ഈ ജോലിയൊന്നും പറ്റില്ല. അതായത് ഓഫീസിലിരുന്ന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് പറ്റില്ല. ഇവരുടെ ഇഷ്ടം എന്ന് പറയുന്നത് ഈ പറയുന്ന അഭിനയമാണ്. സോഷ്യൽ മീഡിയയിലെ അഭിനയം, അല്ലെങ്കിൽ റീൽസിലെ അഭിനയം, സിനിമയിലെ അഭിനയം, നാടകത്തിലെ അഭിനയം, ഇതൊക്കെയാണ് ഇവരുടെ ഇഷ്ടം. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് അവർ പോകുക എന്നുള്ള രീതിയിലാണ് വിടേണ്ടത്. പക്ഷേ അപ്പോഴും ആളുകൾക്ക് പ്രശ്നമാണ്. അതായത് നിനക്ക് വല്ല ജോലിക്കും പോയി കൂടെ, നിനക്ക് ഡ്രസ്സിൻ്റെ അളവെല്ലാം കുറച്ച് ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ച് ഇങ്ങനെ നടക്കണമെന്നൊക്കെയാണ് ആളുകളുടെ പ്രശ്നം. പക്ഷേ ഇപ്പോൾ നമുക്കൊരു ജോലി, എന്ത് ജോലി ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പം രേണു എന്ത് ജോലി ചെയ്യണം എന്നുള്ളത് രേണുവിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയാണ് അവർ അഭിനയിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ അഭിനയിക്കുന്ന സമയത്ത് അഭിനയത്തിൽ എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. അല്ലാതെ ഇവരുടെ പേഴ്സണൽ ലൈഫിൽ പോയിട്ട് അയ്യേ നീ എന്താണ് അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടത്, അല്ലെങ്കിൽ നീ എന്താണ് ഇങ്ങനത്തെ റീൽ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് തോന്നുന്നില്ല അതൊരു ശരിയായിട്ടുള്ള പരിപാടിയാണെന്ന്. കാരണം വെച്ചാൽ ഇവർ മാത്രമല്ല റീൽ ചെയ്യുന്നത്, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഇതിലും വൾഗറായിട്ട്, അല്ലെങ്കിൽ ഇതിലും ഡ്രസ്സിൻ്റെ അളവ് കുറച്ചിട്ട് ഇഷ്ടം പോലെ വീഡിയോസ് നമ്മുടെ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും കിടന്ന് കളിക്കുന്നുണ്ട്. പക്ഷേ അവരോടൊന്നും ഇല്ലാത്തൊരു പ്രത്യേക ഒരു പ്രശ്നമാണ് ഈ പറയുന്ന രേണുവിനോടുള്ളത്. അപ്പോൾ നമുക്ക് രേണുവിനോട് തന്നെ ചോദിച്ചു നോക്കാം, എന്താണ് രേണു ഈ പറയുന്ന ഡ്രസ്സിൻ്റെ കാര്യത്തെക്കുറിച്ച് രേണുവിന് നമ്മളോട് പറയാനുള്ളത്? ഒന്ന് പറഞ്ഞാട്ടെ. നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യുമല്ലോ, അങ്ങനെയാണ് ഫോട്ടോഷൂട്ടിന് നമ്മളെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. എനിക്ക് എൻ്റെ കംഫോർട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിപ്പോൾ ആരെന്ത് പറഞ്ഞാലും എൻ്റെ കംഫോർട്ട് ഞാൻ ചെയ്യും. കംഫോർട്ടുള്ള ഡ്രസ്സ് ഞാൻ ഇടും, അത് ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്യും. അതെൻ്റെ ഇഷ്ടമാണ്. അത് ഞാനും ഒരു ഇന്ത്യൻ ഭരണഘടന അല്ല ഇന്ത്യയിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് വ്യക്തി സ്വാതന്ത്ര്യമുള്ള ആളാണ്. സോ
എനിക്കിഷ്ടമുള്ളത് ഞാൻ ഇടും. അത് എൻ്റെ കംഫർട്ടാണ്. അതിപ്പം മറ്റുള്ളവരുടെ വസ്ത്രധാരണത്തെ പറ്റി നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതൊരു ഫോട്ടോഷൂട്ടാണ്, ക്യാമറയ്ക്ക് മുന്നിൽ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തു. അപ്പം എന്തിടണം, എന്ത് ഇടാതിരിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ്. ശരിയാണ്. അപ്പോൾ ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. രേണുവിന് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നതാണ് ഇഷ്ടമെങ്കിൽ രേണു അത് ഇട്ടോട്ടെ, നമുക്കെന്താണ് പ്രശ്നം? അങ്ങനെ എത്ര ആളുകൾ എത്ര ഡ്രസ്സുകൾ എന്തെല്ലാം രീതിയിൽ വേഷം കെട്ടിയിട്ട് വീഡിയോസ് ഇടുന്നു. അവരുടെ എല്ലാവരുടെ കമൻറ്റിൻ്റെ അടിയിൽ പോയിട്ട് ഇതേപോലെ നിങ്ങൾ ഉപദേശിക്കാൻ നിൽക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതൊന്നും ഉപദേശിക്കാനൊന്നുള്ളൊരു കാര്യമല്ല. നമ്മൾ എന്ത് ഡ്രസ്സ് ഇടണം, അവരെന്ത് ഡ്രസ്സ് ഇടണം എന്നൊക്കെ ഉള്ളത് അവരവരുടെ ഇഷ്ടം. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇത് തന്നെയാണ്. അയ്യോ രേണുവിൻ്റെ ഡ്രസ്സിങ് ഭയങ്കര മോശമാണേ, ഇങ്ങനെ ഒന്നും ചെയ്താൽ ശരിയാവില്ല, കൊല്ലം സുധീൻ്റെ ആത്മാവിന് ഇഷ്ടപ്പെടില്ല എന്നെല്ലാം പറഞ്ഞിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ്. പിന്നെ ഈ പറയുന്ന രേണു അഭിനയിക്കുന്ന ഷോർട്ട് ഫിലിം കണ്ടിട്ട് അവരുടെ അഭിനയം ശരിയില്ല, അഭിനയം ഒരു സുഖമില്ല എന്നൊക്കെ പറയുന്നതാണെങ്കിൽ അതിലൊരു അർത്ഥമുണ്ട്. അല്ലാതെ ഇവർ ഇട്ട ഡ്രസ്സിൻ്റെ അളവ് അല്ലെങ്കിൽ ഡ്രസ്സ് ചേരുന്നില്ല, പിന്നെ ബോഡി ഷേമിങ് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ അതിൻ്റെ അങ്ങേ അറ്റമാണ്. അതായത് ഇവളെ കാണാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിട്ട് എന്തൊക്കെയാണ് കമൻ്റ് ഇട്ട് ഇവർ വെറുപ്പിക്കുന്നതെന്ന് ഒരു പിടുത്തമില്ല. എന്തായാലും രേണു എന്ന് പറഞ്ഞിട്ടുള്ള ആൾ അറിയപ്പെടുന്നത് കൊല്ലം സുധീൻ്റെ പേരിലാണ്. അപ്പോൾ ആ ഒരു ഇഷ്ടം തന്നെയാണ് രേണുവിനോട് ഉള്ളതെന്ന് തോന്നുന്നു. അപ്പം രേണു ഇങ്ങനെ നടക്കുന്ന കാണുമ്പോഴത്തേനും ഇവരെ നല്ല രീതിയിൽ പറഞ്ഞ് ശരിയാക്കുന്നവരുണ്ട് കേട്ടോ. അതായത് ഇവരുടെ നല്ലത് വിചാരിച്ച് ഇവരെ കുറ്റം പറയുന്ന പോലെ അല്ലെങ്കിൽ ഉപദേശിക്കുന്ന പോലെ സംസാരിക്കുന്നവരുണ്ട്. പക്ഷെ അല്ലാണ്ട് കൂടുതലും വരുന്നത് എന്തോ ഒരു ഇവരിങ്ങനൊന്നും നടക്കാൻ പാടില്ല, ഇവരിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുമെന്നും അതൊന്നും ഇവർക്ക് പറഞ്ഞ പരിപാടിയല്ല എന്നുള്ള രീതിയിൽ കമൻ്റ് ഇടുന്നവരും ഉണ്ട്. അപ്പോൾ എന്തായാലും രേണുവിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇന്നലെ ഇവരൊരു പുതിയൊരു സിനിമേൻ്റെ പൂജേൻ്റെ പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിൽ പണ്ട് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന നമ്മുടെ രജിത് കുമാർ ഈ രേണുവിനെ ഒന്ന് ഉപദേശിക്കുന്നുണ്ട്. ആ ഒരു ഉപദേശം കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ പറയാം, പുള്ളിക്കാരൻ തുള്ളിച്ചാടിയൊക്കെ നിന്ന് പോകും. നിന്റെ കാര്യമായ പണിയാണ്, വീട്ടിൻ്റെ പണി വാങ്ങിച്ച് നീ ആകും. ഒന്നുമല്ല, ഇവളുടെ ഹസ്ബൻഡിൻ്റെ കൂടെ പടം വർക്ക് ചെയ്തിട്ടുള്ള ഞങ്ങൾ ഒരുമിച്ച് സ്റ്റാർ മാജിക് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ അടുത്ത സുഹൃത്താണ്. ഒത്തിരി പ്രോഗ്രാം ചെയ്തു. അല്ലെ, അങ്ങനെ സുധി എൻ്റെ സുഹൃത്തായതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ സംസാരിച്ചത്. വിരോധമില്ലല്ലോ, നമ്മുടെ കൊച്ചിൻ്റെ വയറ്റത്തടിക്കുക. അതായത് നമ്മുടെ കൊച്ചിൻ്റെ വയറ്റത്തടിക്കരുത്, അത് പറയുന്നത് ദാസേട്ടൻ കോഴിക്കോടിനോടാണ്. അതായത് ഈ രേണുവിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ അത്യാവശ്യം ആളുകളെല്ലാം റീല് ചെയ്യാൻ വേണ്ടി വരുന്നത്. ആ ഒരു ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു രജിത് സാർ പറഞ്ഞത്. അതായത് നമ്മുടെ കൊച്ചിൻ്റെ വയറ്റത്തടിക്കരുത് എന്ന്. അതായത് എല്ലാവരും ഇവരെ യൂസ് ചെയ്തിട്ട്, അതായത് ഇതേപോലെ റീലിന് വേണ്ടിയിട്ട് വേഷം കെട്ടിച്ചിട്ട് അവസാനം രേണുവിന് പണി കിട്ടാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് രജിത് കുമാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഈ പറയുന്ന രേണുവിനെ കുറ്റം പറഞ്ഞുകൊണ്ടും ചീത്ത വിളിച്ചുകൊണ്ടും തെറി വിളിച്ചുകൊണ്ടും. പക്ഷെ അതൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരുടെ റീല് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന വസ്ത്രം ഏത് ധരിക്കണം എന്നൊക്കെ അവരുടെ ഇഷ്ടമാണ്. അത് അവരുടെ ഇഷ്ടത്തിന് വിടുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയാണ്. പിന്നെ ഈ പറയുന്ന രേണു അവർ എന്ത് ജോലി ചെയ്യണം എന്നുള്ളതും അവരുടെ ഇഷ്ടമാണ്. ഇപ്പം അവർക്ക് ഒരു ജോലി ആക്കി കൊടുത്ത് അത് അവർക്ക് താല്പര്യമില്ല, അവർക്ക് അഭിനയിക്കാനാണ് താല്പര്യം, പോട്ടെ, ആർക്ക് ആണ് പ്രശ്നം? ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രേണു കൊല്ലം സുധീനെ കെട്ടുന്ന സമയത്ത് രേണുവിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതായത് സിനിമയിൽ അഭിനയിക്കണം, അല്ലെങ്കിൽ സീരിയലിൽ അഭിനയിക്കണം, ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷേ കൊല്ലം സുധീൻ്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് കൊല്ലം സുധീൻ്റെ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ വീട്ടിലൊരു വീട്ടമ്മയായിട്ട് തന്നെ കൂടേണ്ടി വന്നു. പിന്നെ കൊല്ലം സുധി മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്കൊരു ഓപ്ഷൻ വന്നു. അതായത് വേണമെങ്കിൽ അഭിനയിക്കാം, വേണമെങ്കിൽ ഇതൊരു പ്രൊഫഷനായിട്ട് അങ്ങോട്ട് എടുക്കാം എന്നുള്ള രീതിയിൽ അവരുടെ മുമ്പിലേക്ക് ഒരു ചോയ്സ് അല്ലെങ്കിൽ അവർക്ക് ഒരു ഓപ്ഷൻ വന്നപ്പം അവർ ഫസ്റ്റ് കയറി അങ്ങോട്ട് ഈ പറയുന്ന കാര്യം സെലക്ട് ചെയ്തു. അത്രയേ ഉള്ളൂ. അപ്പോൾ അവരതിനെ എൻജോയ് ചെയ്ത് അവരുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് 2 കുട്ടികളുണ്ട്. അവർക്കൊന്നും പ്രശ്നമില്ല. ഈ പറയുന്ന ആളുകൾക്ക് മാത്രമാണ് പ്രശ്നം. അവർക്ക് എത്ര കാലം ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നോ അത്രയും കാലം അവർ മുന്നോട്ട് പോയിക്കോട്ടെ. അവരുടെ ജീവിതമാർഗ്ഗമാണ് ഇതെന്ന് അവർ തന്നെ പറയുന്നുണ്ട്, നാടകമാണെങ്കിലും ഷോർട്ട് ഫിലിമാണെങ്കിലും. അപ്പോൾ അവരതുമായിട്ട് മുന്നോട്ട് പോയിട്ട് വെറുതെ എന്തിനാണ് അവരുടെ റീൽസിൻ്റെ അടിയിൽ പോയിട്ട് തെറി വിളിക്കാൻ നിൽക്കുന്നത്, ഇവരുടെ ഡ്രസ്സിൻ്റെ അളവെടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്, ഇവർ മാത്രമൊന്നും അല്ല റീൽസ് ചെയ്യുന്നതും ഡ്രസ്സിൻ്റെ അളവ് കുറയ്ക്കുന്നതൊക്കെ. അപ്പം അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്കില്ലാത്ത പ്രശ്നം രേണു സുധിക്ക് എന്തിനാണ് എന്നുള്ളതാണ്
എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പം ഇത് പറയുന്നത് കേട്ടിട്ട് ചിലപ്പോൾ നിങ്ങളെല്ലാം വന്നിട്ട് എന്നെ ചിലപ്പോൾ പൊങ്കാലയിടാൻ ചാൻസ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞാൻ കുറേ വീഡിയോസ് കണ്ടിങ്ങനെ ഇവരെ ഇങ്ങനെ ഒരു കാര്യമില്ലാണ്ട് വെറുതെ വന്നിട്ട് ഇവരെ ചീത്ത വിളിക്കുന്നത് കണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് രേണു സുധീനെക്കുറിച്ചും കൊല്ല സുധീനെക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് നിങ്ങളുടെ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക.